എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇന്നിപ്പോൾ ഉച്ചയൂണിന് നമ്മൾ ഉണ്ടാക്കുന്നത് പുഴുക്കാണ്. കപ്പ, ചേന, ചേമ്പ്, കായ, ചെറുപയർ ഒക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് ഇപ്പം ഇന്ന്. എന്നുവെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ 2024 അവസാനിക്കുകയാണല്ലോ. ഇന്നിപ്പോൾ ഡിസംബർ 31 ആയി. അപ്പോൾ നാളെ മുതൽക്ക് പിന്നെ പുതുവത്സരമായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പം ഇന്ന് പുഴുക്ക് വയ്ക്കാനുള്ള കഷ്ണങ്ങൾ: കായ, കപ്പ, പപ്പായ, ചേമ്പ്, ചേന, പിന്നെ പച്ചമുളക്, തേങ്ങ, അതൊക്കെ പിന്നെ ചതച്ചിട്ട ആളാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് നന്നാക്കി തുടങ്ങാം. പിന്നെ ഇപ്പം നമുക്ക് ഇതിലേക്ക് പിന്നെ ചെറുപയർ അത് വെള്ളത്തിൽ കുതിർത്തിട്ടാണ് തലേ ദിവസം, അതവിടെ ഉണ്ട്. അതും കൂടിയാണ് ഇപ്പോൾ ഇതിൽ ചേർക്കാനുള്ളത്. ഇന്ന് അതാണ് ചേർക്കുന്നത്. പപ്പായ അതിൽ ചെറുത്, അത് ഒക്കെ ഒന്ന് മുറിച്ച് തോലത്തിലൊക്കെ കഴിഞ്ഞു. ഒക്കെ പാകത്തിനേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസത്തിന്, അതായത് 2 നേരത്തിനുള്ളത് അതിനുള്ളതേ ഉള്ളൂ. ഇന്ന് പുഴുക്ക് മാത്രമാണ്. അപ്പം നമുക്ക് വേറെ കറികളും ഒന്നുമില്ല. പ്രധാനമായിട്ടുള്ളത് പുഴുക്ക് തന്നെയാണ് ഊണ്. ചേമ്പ് ഒരു വലിയൊരു ചേമ്പാണ്. വലിയ ചേമ്പ് തന്നെ കുറച്ച് വലിപ്പമുള്ളതാണ്. ഒരു കഷ്ണം ചേന, പിന്നെ ഒരു പച്ച നേന്ത്രക്കായ, അപ്പോൾ എല്ലാം തോലത്തിൽ കഴിഞ്ഞ് കഴുകിയെടുത്തു. ഇനിയിപ്പോൾ നമുക്കിതാ നുറുക്കാം. വലിയ ചേമ്പ് അതിനെ എടുക്കാം. അത് പിന്നെ അങ്ങനെ കൊത്തിയിടാം. പിന്നെ തേങ്ങ ചതച്ച്, തേങ്ങയും പിന്നെ പച്ചമുളകും കറിവേപ്പില അങ്ങനെ ചതച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ വൻപയർ അതുപോലെ കടല അങ്ങനെയുള്ള അതിന് പകരം ചെറുപയറാണ്. ചെറുപയർ നല്ല രസമാണ് അങ്ങനെ പുഴുക്കിൽ ഇട്ടാൽ. ചെറുപയർ പിന്നെ പെട്ടെന്ന് വേവുന്നതുമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ എളുപ്പം വേവും. പപ്പായൊക്കെ പിന്നെ നുറുക്കിയിടാം. കഷ്ണങ്ങൾ ഇനി നമുക്ക് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. കുക്കറിലിടാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനിതാ പാകത്തിന് വെള്ളം, അധികമില്ല. പിന്നെ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ചെറുപയർ, അത് കുറച്ചേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് വേവിച്ച് എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരവാം. പിന്നെ അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ഇത് ചതച്ചെടുക്കാനുള്ളത്.
അപ്പോൾ ചതച്ചെടുത്തു. ഈ ഒരു പരുവത്തിൽ ഇനിയിപ്പോൾ 3 വിസിൽ അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒക്കെ വെന്തുണ്ടാവും. അതൊക്കെ നല്ല പെട്ടെന്ന് വേവുന്നത് തന്നെയാണ്. ഇതിലെല്ലാം നല്ല തന്നെയാണ്. ചിലത് പിന്നെ അങ്ങനെ വേവില്ല കപ്പൊന്നും. ഇതേതായാലൊക്കെ വേവുന്നത് തന്നെയാണ്. ഇനി ചതച്ച് ചേർക്കാം. ഒന്നുകൂടി ചെറിയൊരു തീയിൽ അടുപ്പ് അത് കത്തിച്ചിട്ടുണ്ട്, ഗ്യാസ് അടുപ്പ്. അതൊക്കെ വെന്താണല്ലോ. അപ്പോൾ പിന്നെ നമുക്കത് ഇട്ട് ഇളക്കിയിട്ട് അതായത് ചതച്ചതൊക്കെ ചേർത്ത് ഇപ്പോൾ കണ്ടോ നല്ല പാകത്തിനായി. വെള്ളമൊന്നുമില്ല, അതൊക്കെ ഉണ്ട് അതിൻ്റെ ആ ചതച്ചതിൽ ചേർന്നു. കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം. ഇനി പച്ച വെളിച്ചെണ്ണ അത് തുളിക്കാം. അതിൽ പിന്നെ വറുത്തിടാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെ പുഴുക്ക് അതിവിടെ റെഡിയായി. അപ്പോൾ ഏതായാലും 2024 ഇപ്പോൾ കഴിയാനായി. മണിക്കൂറുകളേ ഉള്ളൂ അല്ലേ? ഇനിയിപ്പോൾ മണിക്കൂറുകളേ ഉള്ളൂ. ഇന്നിപ്പോൾ 12 മണിയായാൽ രാത്രി. പിന്നെ 2025 തുടങ്ങിയില്ലേ? അപ്പോൾ സമയതാ. ഞങ്ങൾ പിന്നെ ഭക്ഷണം പിന്നെ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നേരം 11:30 അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മൾ. 2024 ഇപ്പം അങ്ങനെ ഈ ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം ഇത്ര പെട്ടെന്നാണ് പോയത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ഊണഴിക്കാനായിട്ടില്ല. 12 മണിക്കല്ലേ ഊണഴിക്കല്. പൊതുവെ വലിയ കുഴപ്പമില്ലാതൊക്കെ പോയില്ലേ 2024 അല്ലേ? വല്ലാതെ കുഴപ്പമില്ലാതൊക്കെ കണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമുക്കുണ്ടായത് അല്ലേ? 2024 അങ്ങനെ കുറേ വീഡിയോകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അമ്മ ഒക്കെ എല്ലാം സജീവമായിട്ട് ഞങ്ങൾ അങ്ങനെ ഈ ഒരു വർഷം വലിയ തിരക്കില്ലാതെ തന്നെയാണ് പോയത്. ഇനിയിപ്പോൾ നാളെ മുതൽക്ക് നമുക്ക് 2025 വീഡിയോസായി. അങ്ങനെ നമ്മളെ യാത്രകൾ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ വീഡിയോ കാര്യങ്ങളിലിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്കും അതെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ നല്ല 2024 നല്ല രീതിയിൽ തന്നെ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ? എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെയൊക്കെ ആയിരുന്നതിനെയാണ് ഞങ്ങളും വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ഇനി ഒരാളുടെ 2025 അങ്ങനെ തന്നെ നല്ല എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ആവട്ടെ. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇവിടെ. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത അതായത് പുതുവർഷത്തിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.